Hello. Hello. Magnetic field ആവണേന് നമ്മൾ സ്ക്രീൻ കാണുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക് ആവണേനെ സ്റ്റാർക്ക് എഫക്റ്റ് എന്നും പറയും. ഓക്കെ. അപ്പോൾ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്തിന്, ബോർസ് മോഡലിന്. അതേപോലെ തന്നെ ഇറ്റ് കുഡിന്റ് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾസ് ബൈ കോവാലന്റ് ബോണ്ട്സ്. അതായത് ഇവിടെ ബോർസ് മോഡലിൽ ആ ഒരു ഇലക്ട്രോണിനെ പറ്റിയേ പറയുന്നുള്ളൂ അല്ലെ. അത് വേറൊരു ഇലക്ട്രോൺ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ കോഎക്സിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആറ്റംസ് സ്റ്റേബിൾ ആവുക അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവാന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതുപോലെ തന്നെ ഹി ഇഗ്നോർസ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് ഓൾസോ കോൺട്രഡിക്ട്സ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾ ഇനി ഇവിടെ ചർച്ച ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി ഈ ബോർസ് മോഡലിന്റെ ഈ ഡ്രോബാക്സ് ഒക്കെ കണ്ടിട്ട് പിന്നീട് ഒന്ന് ബെറ്റർ ആയിട്ട് വന്നൊരു മോഡലാണ് എന്ത്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഓക്കെ. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരുന്നു അല്ലെ, ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കം. അപ്പൊ എന്തൊക്കെയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പൊ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ എന്തായിരുന്നു ബേസിക് ആയിട്ട്? ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു എന്താ പറയാ റൂട്ട് കൺസെപ്റ്റ് എന്താണ്? അതായത് ഒരു ബോഡിക്ക് എനർജി എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കളക്ഷൻ ആയിട്ട്, അതായത് ക്വാണ്ട എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും പറ്റും. ഒരു കോൺസ്റ്റന്റ് അതിങ്ങനെ ഒരു ഏറ്റവും മിനിമം ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലെ, ഒരു ക്വാണ്ടം. ഓക്കെ. അപ്പൊ അതിന്റെ എന്താ പറയാ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ മാത്രമാണ് അതിന് അബ്സോർവ് ചെയ്യാനോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ, എച്ച് ന്യൂ. ഓക്കെ. അപ്പൊ അതാണ് ബേസിക് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ കാര്യം. ഇനി ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. അപ്പൊ ഡി ബ്രോഗ്ലി എന്നൊരു സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തത്, ആള് പറഞ്ഞു മാറ്റർ ഷുഡ് ഓൾസോ എക്സിബിറ്റ് ഡ്യുവൽ ബിഹേവിയർ, അതായത് പാർട്ടിക്കിളും വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്. നമ്മൾ ഇതുവരെ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് സംസാരിച്ചു അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ. അതേപോലെ തന്നെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസും നമ്മൾ സംസാരിച്ചു. അയാള് ഡി ബ്രോഗ്ലി എന്ന ഒരു ആള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു മാറ്ററിന്, അതായത് ഏതൊരു മാറ്ററിനും ഇറ്റ് ഷുഡ് എക്സിബിറ്റ് ബോത്ത് ഡ്യുവൽ ബിഹേവിയർ. അതായത് എന്താണ്, അതിന് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസും ഉണ്ട്, വേവ് ലൈക്ക് പ്രോപ്പർട്ടീസും ഉണ്ട്. അതായത് അതിന് എന്താ പറയാ ഒരു വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ. അപ്പൊ അയാള് പ്രപ്പോസ് ചെയ്ത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നതിന് എന്ത്, ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. പി എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റം. എച്ച് ബൈ എം വി. ഇതിനെ തന്നെ എം വിനെ √2mg. അങ്ങനെ ഇത് കൈനറ്റിക് എനർജിയുടെ ടേംസിൽ, ഇതെന്തിന്റെ ടേംസിൽ, ഇലക്ട്രിക് എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യലും ചാർജും. ഓക്കെ. അയാൾ പറഞ്ഞത് എല്ലാ ഒബ്ജക്റ്റിനും ഒരു മോഷനിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനും വേവ് ലൈക്ക് ക്യാരക്ടർ ഉണ്ട് അല്ലെ. അപ്പൊ വേവ് ലെങ്ത്സ്, അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം ഈ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m അല്ലേ. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പോൾ ഈ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/p ആകുമ്പോൾ എന്ത് സംഭവിക്കും? വസ്തുക്കൾ, അതായത് മാറ്ററിന്റെ മൊമെന്റം കൂടുന്തോറും അല്ലെങ്കിൽ മാസ് കൂടുന്തോറും വേവ് ലെങ്ത് ചെറുതായി വരും. ഹലോ. അതുപോലെ വേവ് ലെങ്ത് ചെറുതാവുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി എന്ത് സംഭവിക്കും? കൂടും.
അപ്പൊ വേവ് ലെങ്ത് വളരെ ചെറുതും ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും അല്ലെ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പോ അയാൾ നമ്മളിപ്പം തോന്നുന്നുണ്ട്, അതായത് എല്ലാത്തിനും വേവ് ലൈക്ക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് വി മൂവ് ലൈക്ക് വേവ്സ് അല്ലേ? അതായത് നമ്മൾ ഓടുമ്പോൾ എന്തുകൊണ്ടാണ് വി ഡോണ്ട് ഓക്സിലേറ്റ്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ഇടക്ക്. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോ ഈ ഡി ബ്രോഗ്ലിയുടെ ഈ ഡ്യുവൽ നേച്ചർ കൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, അതായത് നമ്മൾക്കൊരു വേവ് ലൈക്ക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് വി എന്താ നമ്മളൊന്ന് ഓടുമ്പോൾ അല്ലെങ്കിൽ വെൻ വി ട്രാവൽ അല്ലെ, വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വൈ ഡോണ്ട് വി എന്താ മൂവ് ആസ് വേവ്സ്? അതായത് ഓക്സിഡേറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അതിന്റെ കാരണമാണ് എന്താ, നമ്മളുടെ മാസ് വളരെ വലുതാണ്. അതുകൊണ്ട് എന്തായിരിക്കും, വേവ് ലെങ്ത് വളരെ ചെറുതായിരിക്കും. വേവ് ലെങ്ത് വളരെ ചെറുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, വേവ് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും അല്ലെ? അപ്പൊ അതൊരു വേവ് ആയിട്ടൊരു ക്യാരക്ടർ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അതായത് ഇപ്പൊ വേവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓക്സിലേഷൻ ഒക്കെ കാണണമെങ്കിൽ അത് ഇങ്ങനെ പോകുന്നത് പതുക്കെ ക്ലോസ് ആയി വരികയാണെങ്കിൽ അത് ഇങ്ങനെയാവില്ലേ, പതുക്കെ എന്താവും, ലൈൻസ് പോലെ ഇങ്ങനെയാവും, വൈബ്രേഷൻ പോലെ. അപ്പൊ ഒരു വേവ് ലൈക്ക് ക്യാരക്ടർ നമുക്ക് നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ വേവ് ലൈക്ക് ക്യാരക്ടർ മാക്സിമം ഒബ്സർവ് ചെയ്യാറ് എവിടെയാണ്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിലാണ്. കാരണം ദേ ഹാവ് വെരി ലോ മാസ്. ഓക്കെ, ഇനി ഹെയ്സൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ, അടുത്ത പ്രിൻസിപ്പിൾ. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഡ്യുവൽ നേച്ചറിനെ പറ്റി പറഞ്ഞു, ഡി ബ്രോഗ്ലിയുടെ. ഇനി ഹെയ്സൻബർഗിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ simultaneously the position and momentum of a small particle with absolute accuracy. അതായത് നമ്മളൊരു ശ്രമം നടത്താണ് ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുടെ ഹയർ അക്യുറസിയിൽ മെഷർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റേ ക്വാണ്ടിറ്റി ലെസ് അക്യുറേറ്റ് ആവും. അപ്പോൾ അൺസർട്ടിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എറർ അല്ലേ? അപ്പൊ ഡെൽ എക്സ് ആൻഡ് ഡെൽ പി. അപ്പൊ അദ്ദേഹത്തിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഡെൽ എക്സ് ഡോട്ട് ഡെൽ പി വിൽ ബി ഗ്രേറ്റർ ദാൻ h by 4π. ക്ലിയർ ആണോ? അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടിന്റെയും അൺസർട്ടിനിറ്റിയുടെ മൾട്ടിപ്പിള് വിൽ ബി ഗ്രേറ്റർ ദാൻ h by 4π. ഇനി ഡെൽ പി അതായത് മൊമെന്റത്തിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എം ഡെൽ വി എന്ന് എഴുതാലോ, കാരണം മാസിൽ ചേഞ്ച് വരുന്നില്ലല്ലോ. എം ഇപ്പുറത്തെ ശരിക്ക് എടുത്താൽ ഡെൽ എക്സ് ഡോട്ട് ഡെൽ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4πm. ഈ ഡെൽ എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ. അതായത് ഒരു സപ്പോസ് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പൊസിഷൻ എന്ന് പറയുമ്പോ എന്താ, ഈ ദൂരല്ലേ നമ്മൾ മെഷർ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കതിന്റെ എന്തൊക്കെ മെഷർ ചെയ്യണം? എക്സും ഇതേപോലെ പിയും അല്ലെ? എക്സ് എന്ന് പറയുമ്പോ ഈ ദൂരം അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പൊസിഷൻ എന്ന് പറയാം, മറ്റ് പാർട്ടിക്കിൾസിനെ അപേക്ഷിച്ചുള്ള അതിന്റെ ഒരു പൊസിഷൻ. നമ്മൾ ന്യൂക്ലിയസിനെ 0
0 0 ആക്കുകയാണെങ്കിൽ ഇതൊരു ദൂരം ഉണ്ടാവില്ലേ അല്ലേ? ഇങ്ങനെ ഇങ്ങനെ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ദൂരം കിട്ടും. അപ്പൊ അതാണ് എക്സ്, അതായത് ഒരു കോർഡിനേറ്റ് കിട്ടും, ഒരു എക്സ് വൈ സെഡ്. ഓക്കെ. പി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു എം ഇ ഇൻറ്റു ഇ. അപ്പൊ ഈ വി എന്ന് പറയുന്നത് ഈ ആറിനെ ഡിപ്പെൻഡ് ചെയ്യില്ലേ? അപ്പോ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് അല്ലേ? അതെന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അല്ലെങ്കിൽ രണ്ട് ഇത് മാത്രം എടുക്കാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതറിയാലോ എങ്ങനെയാ വന്നത്? വെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ദൂരം. ഡിസ്റ്റൻസ് ഫോർമുല അല്ല? ഡിസ്റ്റൻസ് ഫോർമുല അറിയില്ലേ അത്? ഓക്കെ. 10th പഠിച്ചത്. ഓക്കെ. അപ്പോ ആർ വിൽ ഇമ്പാക്ട് വി. ഇത് ഹലോ മനസ്സിലായോ? അപ്പൊ ഈ ആർ എന്ന് പറയുന്നത് ഈ മൊമെന്റത്തിനെയും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലെ? അപ്പൊ ഞാനിവിടെ ഒരു എക്സ്പെരിമെന്റ് കാണിക്കാം. ഇവരെങ്ങനെ നോക്കുന്നത്, അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണ്. അപ്പൊ നമ്മളൊരു വസ്തുവിനെ എങ്ങനെ നോക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എങ്ങനെയാണ്? ലൈറ്റ് അതില് ഹിറ്റ് ചെയ്തിട്ട് അതില് കുറച്ച് റേഡിയേഷൻ അബ്സോർബ് ആവും അല്ലെ? അപ്പൊ അബ്സോർബ് ആവാത്ത റേഡിയേഷൻ നമ്മളുടെ കണ്ണിലേക്ക് വരും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കളറ് അല്ലെങ്കിൽ വസ്തുവിനെ തിരിച്ചറിയും. ഓക്കെ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പൊസിഷനിൽ ഇലക്ട്രോണിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെലോസിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിനെ മെഷർ ചെയ്യുമ്പോൾ നമ്മളൊരു ലൈറ്റ് അടിക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഫോട്ടോണിൽ നിന്ന് എനർജി ഇലക്ട്രോണിലേക്ക് കിട്ടും. ഹലോ. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ അതിന്റെ പൊസിഷനും വെലോസിറ്റിയും ചേഞ്ച് ആവും. എങ്ങനെയാ? കാരണം എനർജി അവിടേക്ക് കിട്ടുന്നുണ്ട് കൂടുതൽ അല്ലെ? അപ്പൊ എപ്പോഴും ഒരു അൺസർട്ടിനിറ്റി ഉണ്ട് എന്തില്? ഇതിന്റെ പൊസിഷൻ എങ്ങനെയാ മാറുന്നത്? എനർജി കൂടുമ്പോ കുറച്ച് നീങ്ങും അല്ലെ? എനർജി ഇലക്ട്രോൺ അങ്ങനെയല്ലേ? എനർജിക്ക് അനുസരിച്ചല്ലേ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോ ഈ ഒരു നമ്മളുടെ മെഷർ ചെയ്യാനുള്ള നമ്മളുടെ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടെക്നിക്കിന്റെ ഒരു ഇത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു അൺസർട്ടിനിറ്റി എപ്പോഴും ഉണ്ട് അവിടെ. കാരണം നമുക്കല്ലാതെ ഈ ഒരു റേഡിയേഷൻ ഉപയോഗിക്കാതെ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റൂല. ഓക്കെ. ഇനി ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് മനസ്സിലായോ? ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. അല്ല, ഇപ്പം രണ്ടും ഒന്നിച്ച് മെഷർ ചെയ്യാൻ കഴിയില്ല, ഒന്ന് മാത്രമായിട്ട് മെഷർ ചെയ്യാൻ കഴിയും എന്നല്ലേ പറഞ്ഞത്? അത് അപ്പൊ ഒന്ന് മാത്രമായിട്ട് എങ്ങനെയാ മെഷർ ചെയ്യാൻ കഴിയുക? അല്ല, ഒന്ന് മാത്രമായിട്ട് മെഷർ ചെയ്യാൻ കഴിയും മാത്രമല്ല, ഒരെണ്ണം ഹയർ അക്യൂറൻസിയിൽ മെഷർ ചെയ്യുമ്പോൾ മറ്റേത് ലോവർ അക്യൂറസി ആവും. അതായത് സപ്പോസ് നമ്മൾ ഒരു പൊസിഷൻ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് അതിന്റെ വെലോസിറ്റിയിലുള്ള നമ്മളുടെ മെഷർമെന്റ് വ്യത്യാസം വരും. അതായത് ഇലക്ട്രോണിന്റെ ഇപ്പൊ വെലോസിറ്റി എങ്ങനെ നമുക്ക് മെഷർ ചെയ്യും? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം നോക്കാം അല്ലെ? എത്ര ടൈമിൽ ട്രാവൽ ചെയ്യുന്നു. ഹലോ. അപ്പൊ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിന്റെ ദൂരം മാറും. ഹലോ. ഈ ടോപ്പ് റൈറ്റ് h/4π എങ്ങനെയാ വരുന്നതെന്ന് ശരിക്കും
ക്വാണ്ടം കാൽക്കുലേഷൻ ആണ്. അത് നിങ്ങളുടെ +2 പോലും സ്കോപ്പിലുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. ഞാൻ ഇവിടെ ഒരു ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ആ കാൽക്കുലേഷൻ ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഡിസ്കസ് ചെയ്യാവുന്നുള്ളൂ, പക്ഷെ ഡിസ്കസ് ചെയ്യുന്ന വെറുതെ കുറെ സമയം പോകും, നിങ്ങൾക്ക് ചിലപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത്ര മനസ്സിലാക്കേണ്ടുള്ളൂ. അതായത് ഇത് രണ്ടും നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത് മെഷർ ചെയ്യാൻ പറ്റാത്തതെന്ന് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. അതല്ലാതെ അത് ഡെറൈവ് ചെയ്യാൻ പറ്റില്ല. ഇത് ഡെറൈവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് del x. എന്താണ് ഫോർമുല? del x del v del x dot del v is always greater than or equal to h/4πm. ഓക്കെ, ഇത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, ബോർഡ് എക്സാമിനും വരാറുണ്ട്, എൻട്രൻസ് എക്സാമിനും വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്സ് ഓർ ട്രാജക്ടറീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോർസ് മോഡൽ. ബോർസ് മോഡലിൽ പറയുന്നുണ്ട് ഒരു ഡെഫിനിറ്റ് ട്രാജക്ടറി ആണ്, അല്ലെ? ഒരു സർക്കുലർ മോഷൻ. ഹലോ, അതെ. അപ്പൊ ഇവിടെ ഇയാള് പറയാണ് എന്താ, നമ്മളുടെ ഹീസൻബർഗിന്റെ ഇത് വെച്ചിട്ട് പറയാണ് നമ്മളുടെ ഹീസൻബർഗിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഒരു ഡെഫിനിറ്റ് പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? എപ്പോഴും ഒരു അൺസർട്ടിനിറ്റി ഉണ്ടാവും. അതായത് ഒരു വെലോസിറ്റി അല്ലെങ്കിൽ എനർജി മൊമെന്റത്തിൽ ഒരു ചെറിയ അൺസർട്ടിനിറ്റി വരും. അതെന്തിനെ എഫക്ട് ചെയ്യും? ഡിസ്റ്റൻസിനെ എഫക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒരിക്കലും നമ്മളിതുവരെ ചർച്ച ചെയ്ത പോലെ ഒരു സർക്കുലർ മോഷൻ അല്ല. നിങ്ങൾ സ്കൂളിൽ എന്തായാലും ഉണ്ടാവില്ല, ഈ എന്താ പറയാ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൊക്കെ അല്ലെങ്കിൽ ടെം എന്നൊക്കെ പറയും, അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും. അതില് നോക്കിക്കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല, പക്ഷെ ഒരിക്കലും ഇലക്ട്രോൺ ഇങ്ങനെ ഒരു എന്താ പറയാ സർക്കുലർ പാത്തിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യല്ല. ഇലക്ട്രോൺ എന്താന്ന് വെച്ചാൽ റീജിയൻ ഉണ്ട്. ഒരു റീജിയൻ ഉണ്ട്, അതും ഒരു സ്ഫെറിക്കലാണ്. മനസ്സിലായോ? ഇങ്ങനെ സ്പിയർ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതായത് ഇങ്ങനെ ഒരു സ്ഫെറിക്കലാണ്. നമ്മളുടെ ഡ്രോയിങ്സ് ഒക്കെ 2D ആണ്, അപ്പൊ 3D മാറ്റുമ്പോൾ അത് മേക്ക് സെൻസ്. അതായത് സ്ഫെറിക്കൽ ആയിരുന്നിരിക്കണം, അല്ലേ? ഓക്കെ, അപ്പോ ഇനി വേറൊരു കാര്യം, h/4πm ആണല്ലോ, m ആണല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയ പാർട്ടിക്കിൾസ് മാത്രമാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സിഗ്നിഫിക്കന്റ് ആവുന്നുള്ളൂ. കാരണം m കൂടുന്തോറും ആ എറർ എന്ത് പറ്റും? കുറഞ്ഞു വരും, അല്ലെ? അപ്പോ വലിയ ഒബ്ജക്റ്റ്, മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിനൊന്നും വാലിഡ് അല്ല നല്ല സിഗ്നിഫിക്കന്റ് അല്ല, വളരെ ചെറിയ എറർ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരു ബോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ ബോൾ നമ്മളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാല് വി ക്യാൻ ഫൈൻഡ് ദ എക്സാക്ട് സ്പീഡ് ആൻഡ് പൊസിഷൻ. നമ്മളിപ്പോ ക്രിക്കറ്റ് കാണുക അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ കളി കാണുന്നുണ്ടാവില്ലേ? അപ്പൊ അതിൽ അവര് കറക്റ്റ് പറയില്ലേ എത്രയാണ് സ്പീഡ് എന്ന്, എവിടെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് എത്രയായിരുന്നു സ്പീഡ് എന്നൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് അത്രയും അതിന്റെ മാസ് കൂടുതലാണല്ലോ ഇലക്ട്രോൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് അവിടെ എറർ വളരെ കുറവാണ്. ഇനി നമുക്ക് ഇത് രണ്ട് കാര്യങ്ങൾ ആണ് നമ്മളുടെ ഇനി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ബേസ്. അപ്പോ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു തിയറിറ്റിക്കൽ സയൻസ് ആണ്.
എപ്പോഴും ക്വാണ്ടം ആ ക്വാണ്ടം എന്നൊരു ഫീൽഡിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നേ ഉള്ളൂ. ആ ഇതിപ്പോ ക്വാണ്ടം ടണലിംഗ് ആയാലും, ക്വാണ്ടം ടണലിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ റിയൽ ലൈഫിൽ? ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് ക്വാണ്ടം ടണലിംഗ് എന്ന് വെച്ചാൽ എന്താ? അറിയില്ല. അതായത് ഇപ്പോ ഇതൊരു എനർജിയോ, ഇത് എനർജി സീറോ, ഇത് എനർജി സീറോ ആണെക്കി ഇത് എനർജി ഈക്വൽ ടു 10 മിനിറ്റിൽ എൻഡ് ആവുക. അപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യണം. സോറി, ക്യാപിറ്റലി ഇതൊരു ഇ ഈക്വൽ ടു 10 വിചാരിക്കാം. അപ്പൊ ഇതിന് ഒരു ഇങ്ങനെ ഒരു സാധനം വരികയാണ് എനർജി സീറോയിൽ. അപ്പൊ ഇതിന് ക്ലൈം ചെയ്യാൻ പറ്റില്ല അല്ലെ, എനർജി കൊടുക്കാതെ. അപ്പൊ എനർജി കൊടുക്കാതെ ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ ഫേസ് ചെയ്യും. മനസ്സിലായോ? ഇതിന് ഫേസ് ചെയ്യും. അപ്പൊ അവര് പറയുന്നത് ഇത് വളരെ ചെറുതാവും തോറും, ഈ ലെങ്ത്, അതായത് ഈ വളരെ ചെറുതാവും തോറും ഇത് ഫേസ് ചെയ്യാനുള്ള ഇത് കൂടുന്നാണ് പറയുന്നത്. അപ്പൊ ഈ എന്താ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങള് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ, ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ, ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം എടുക്കുക. വെള്ളം കുടിക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കില്ലേ ഇവിടെ? അപ്പോ നിങ്ങളൊരു പ്രത്യേക ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ഗ്ലാസ് ആണ്, വെള്ളമാണ്. അപ്പൊ ഒരു സെർട്ടൻ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും അല്ലെ? അപ്പൊ ആ ആംഗിളിൽ നോക്കുമ്പോൾ ഈ ഗ്ലാസ് ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വിരല് പതുക്കനെ അമർത്തുന്നു. അപ്പൊ ഒരു സെർട്ടൈൻ ലെവൽ ഒരു പ്രഷർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൈകൊണ്ട് യു വിൽ ബി ഏബിൾ ടു സീ യുവർ ഫിംഗർ. അതെന്തുകൊണ്ടാണ്? കാരണം ഒബ്വിയസ്ലി ലൈറ്റ് ഷുഡിൻ പാസ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണെങ്കിൽ പാസ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ എന്താ ചെയ്തത് ബേസിക്കലി? എന്തുകൊണ്ടാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചത്? ഇവിടെ എയർ ആണ് അല്ലെ, ഇവിടെ എന്താണ്? വാട്ടർ ആണ്, ഇവിടെ ഗ്ലാസ്. അപ്പോ വാട്ടറിന്റെയും എയറിന്റെയും നമ്മളുടെ എന്താ പറയാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ആ ഡിഫറൻസ് കൊണ്ടാണ് ഒരു സെർട്ടൻ ആംഗിളിൽ ഈ ഗ്ലാസ് മിററായിട്ട് മാറിയത്. നമ്മളിവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ ലെയർ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഡിഫറൻസ് കുറയും അല്ലെ? ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല. സീറോ ആക്കണമെങ്കിൽ വി നീഡ് ടു ബ്രേക്ക് ദ ഗ്ലാസ്. അപ്പോ ഈ പ്രോസസ് ഇത് ശരിക്കും ക്വാണ്ടം ടണലിംഗ് ആണ്. അതായത് നമ്മൾ ആ എനർജിയുടെ ഡിഫറൻസിനെ നമ്മൾ മാറ്റുന്നില്ല, പക്ഷെ ആ ലെയറിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരും. അപ്പോൾ അവിടെ ഫേസിങ് സംഭവിക്കും. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഇപ്പോ എന്തെങ്കിലും ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പുള്ള എന്തെങ്കിലും കുടിക്കുമ്പോൾ അതിന്റെ ചുറ്റും ഇങ്ങനെ എന്താ പറയാ വേപ്പർ വന്നിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ അവിടേക്ക് വെക്കുമ്പോ കാണില്ലേ കൈ? അപ്പൊ അതൊരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഒരു ആംഗിളിലാക്കിയിട്ട് നിങ്ങൾ പതുക്കെ അമർത്തിയാൽ പോലും നിങ്ങൾക്ക് കൈ കാണാൻ പറ്റും. അപ്പൊ അത് ക്വാണ്ടം ടണലിംഗ് ആണ്.
ഓക്കെ, ചെയ്ത് നോക്കിട്ടോ. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ പല കാര്യങ്ങളും കുറെയൊക്കെ ഇങ്ങനെ നടക്കുന്നതാണെങ്കിലും അതിന്റെ ടു മേക്ക് സെൻസ് ഓഫ് ഇറ്റ് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴും മാക്സിമം ആളുകൾക്കും അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പോലും ക്വാണ്ടം മെക്കാനിക്സ് എന്താന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ കീപ്സ് ഓൺ എന്താ പറയാ, ഇറ്റ് കീപ്സ് ഓൺ ഗെറ്റിംഗ് ന്യൂ ഡയമെൻഷൻ. പല തിയറികളുണ്ടല്ലോ. തിയറികള് ഒരിക്കൽ കോൺട്രഡിക്റ്റിംഗ് തിയറീസ് അല്ല, തിയറീസ് ആഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാരണം നമ്മളുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും അല്ലെങ്കിൽ നമ്മളുടെ എന്താ തിങ്കിങ് കേപ്പബിലിറ്റിക്ക് വരുന്ന ചേഞ്ചും ആണ് എന്താ ക്വാണ്ടം മെക്കാനിക്സിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അതൊരു തിയറിറ്റിക്കൽ ഫീൽഡാണ്. തിയറിറ്റിക്കൽ ഫീൽഡ് ഈസ് എൻറ്റയർലി ഡിപെൻഡ് അപ്പോൺ എന്താ നമ്മളുടെ കേപ്പബിലിറ്റി അല്ലെ. എക്സ്പെരിമെന്റൽ ഫീൽഡിന് വി മേ നീഡ് ടു വെയിറ്റ് എന്താ ഒരു സെർട്ടൻ എവന്റ് നടക്കാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു തിയറിറ്റിക്കൽ ഫീൽഡ് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് നമ്മളുടെ സിമുലേഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് പ്രോസസ്സിനുള്ള സ്പീഡ് അല്ലെങ്കിൽ എബിലിറ്റി ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. Okay. Quantum mechanics is a theoretical science that deals with the study of the motion of microscopic objects which have both particle-like and wave-like properties. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത് ഈ എന്താ പറയാ, ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. എന്തിന്? ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, സൈ. അപ്പൊ ആള് പറയുന്നത് ഈ സൈ അല്ല, സോറി, ഫൈ. അപ്പോൾ സൈ തന്നെയാണല്ലോ. സൈ എന്ന ഈ വേവ് ഫംഗ്ഷൻ കണ്ടെയ്ൻസ് ഓൾ ദ ഇൻഫർമേഷൻ. വേവ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ഇൻഫർമേഷൻ ഉണ്ട് അതിനെ പറ്റി. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഹൗ ഡു വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അല്ലെ. അപ്പോൾ വേവ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ we need operators. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഒരു പിക്ചർ കാണുമ്പോ അതിൽ കുറെ ഇൻഫർമേഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടാവും, അതേപോലെ ഇതുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഇതിനെയൊക്കെ വേർതിരിക്കാനോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പറേറ്റർ നമ്മളുടെ മൈൻഡിൽ ഇല്ലെങ്കിൽ ദിസ് ഡസന്റ് മേക്ക് എനി സെൻസ്. അതായത് ഷേപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതൊരു സ്ക്വയർ ആണ് അല്ലെങ്കിൽ ഇതൊരു സർക്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഓപ്പറേറ്റർ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ we won't get this information. അതായത് സപ്പോസ് നിങ്ങൾക്ക് അറിയാത്ത ഭാഷയുടെ ഒരു സ്ക്രിബ്ലിംഗ് ഉണ്ടെങ്കിൽ it doesn't make any sense to you. അതേപോലെയാണ് ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ഇൻഫർമേഷൻ. പക്ഷെ ആ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ വി നീഡ് അപ്രോപ്രിയേറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ പൊസിഷൻ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൊസിഷൻ ഓപ്പറേറ്റർ വേണം. അങ്ങനെ ഓരോന്നിനും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. മൊമെന്റം ഓപ്പറേറ്റർ, എനർജി ഓപ്പറേറ്റർ. ഓക്കെ. അപ്പോൾ വേവ് ഫംഗ്ഷൻ സ്റ്റോർസ് ഓൾ ദ ഇൻഫർമേഷൻ. പക്ഷെ വേവ് ഫംഗ്ഷൻ എന്നൊരു സാധനത്തിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. അതായത് വി കാൻ സേ വേവ് ഫംഗ്ഷൻ ഈസ് സംതിങ്. വേവ് ഫംഗ്ഷൻ എന്താണ്? ഒരു അറേ ഒക്കെ പോലെ. നിങ്ങളെല്ലാരും ബയോളജി ആണോ? വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സപ്പോസ് ഒരു ജനറ്റിക് പൂൾ എന്നൊക്കെ പറയാം. അവിടെ ഒരു എത്തിണ്ടാവില്ലല്ലേ ജനറ്റിക്സ് +2 ജനറ്റിക് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും അതിൽ. DNA സ്റ്റോർ ചെയ്യുന്നത്. DNA സ്റ്റോർ ചെയ്യുന്ന
കാര്യങ്ങളൊക്കെ അതിൽ നമ്മളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെ, നമ്മളുടെ ട്രേറ്റ്സ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും, സ്കിൻ കളർ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിൽ എല്ലാം DNA ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം എന്താ, DNA ആണ് RNA ആയി മാറി, പിന്നെ RNA ആണ് പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നത്. പ്രോട്ടീൻസ് ആണ് നമ്മളുടെ എല്ലാ ബോഡി ഫങ്ഷൻസും നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇത് ഡിസ്കണക്ട് ആവും, നിങ്ങൾ വീണ്ടും കണക്ട് ആവാം.